ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു തർക്കത്തിന് വേണ്ടി വന്നതല്ല ഞാൻ. മോളെ, നീ വീട്ടിലേക്ക് വരണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. ശ്യാമേ, നീ എന്റെ രണ്ടാമത്തെ മരുമകള് തന്നെയാ. നിന്നെ തടയാനോ മനഃപൂർവ്വം അവഹേളിക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നേ? ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ ആയതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തിയ ഞാൻ അറിയുമല്ലോ അല്ലേ? നീയാണോ ഇന്നലെ നിന്റെ മാഡത്തിനൊപ്പം രേഷ്മയുടെ വീട്ടിൽ പോയത്? അതെ. രാമേട്ടൻ ഉണ്ടായിരുന്നില്ലേ? കേറ് കേറ് കേറ്, വണ്ടി കേറ്, വണ്ടി കേറ്, ഞാൻ പറഞ്ഞുതരാം. കേറ്, വാ വാ, കേറ്, ഞാൻ പറഞ്ഞുതരാം. കേറ്, നീ വണ്ടി കേറ്. ഇനി നിന്നോട് പ്രത്യേകിച്ചും പറയണ, പോയി വണ്ടി കയറാൻ. രാമേട്ടാ, വണ്ടി എടുക്ക്. എവിടേക്ക്? നിങ്ങൾ ഇന്നലെ പോയ പെണ്ണിന്റെ വീടില്ലേ, അവിടേക്ക് വണ്ടി എടുക്ക്. കിട്ടുന്നില്ല. ശാരദാമ്മേ, എത്ര നേരം വെച്ചാ ഞാൻ കാത്തിരിക്കുക. സാരമില്ല, ഞാന് മറ്റൊരു ദിവസം വരാം. അവര് വന്നോന്ന് തോന്നുന്നു. എത്രയായി? 50. നീ എന്താ നോക്കി നിൽക്കുന്നേ? ഏയ് വാ. ശ്യാമേ, ഞാൻ തന്നെ കാത്തിരിക്കായിരുന്നു. എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടല്ലേ, പിന്നെന്തിനാ കാത്തിരിക്കുന്നേ? ഇങ്ങിതാ. പപ്പിമോളെ കാണാൻ വന്നതാ. ഒപ്പം നിന്നെ കണ്ട് വിശേഷങ്ങൾ തിരക്കി പോവാന്നും വെച്ചു. ഇവിടെ എനിക്ക് നല്ല വിശേഷ. അവിടെ എന്റെ ഭർത്താവിന് സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുകൂടി മര്യാദയോടും മാന്യതയോടും കൂടി സംസാരിക്കേ. എനിക്കിപ്പോ ഇത്രയും മാന്യത കാണിക്കാനേ പറ്റുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നവരും ഈ ഒരു രീതിയിലുള്ള മര്യാദയെ എന്നോടും എന്റെ മോളോടും കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ടില്ലാത്ത മര്യാദ അങ്ങോട്ട് കൊടുക്കുന്നേ? എനിക്കങ്ങനെ ഇല്ലാത്തത് അഭിനയിച്ച് കാണിക്കാനുള്ള സിദ്ധിയൊന്നുമില്ല. നീ ആരോട് എന്താ സംസാരിക്കുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? ശാരദാമ്മേ, അവള് സംസാരിക്കട്ടെ. ഉള്ളിലുള്ളതെല്ലാം പുറത്തു വന്ന് കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഇക്കാര്യത്തിൽ എനിക്ക് മറിച്ചൊരു തീരുമാനമില്ല. അവിടെ സത്യമ്മയുടെ മരുമകളായിട്ട് ജീവിക്കണമെങ്കിൽ ജോലി വേണം, സഞ്ചരിക്കാൻ കാറ് വേണം, പരിചരിക്കാൻ അംഗരക്ഷകരും വേണം. ഇതൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഈ പാവം പിടിച്ച ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ദേവി ഇത് ഉപദ്രവിക്കരുത്. ശ്യാമേ, ശാലിനിക്ക് സത്യമ്മ കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇനി ആർക്ക് പരിഗണന കൊടുത്താലും എനിക്കൊന്നുമില്ല. ഞാൻ അവിടുന്ന് എന്നേക്കുമായിട്ടാ ഇറങ്ങിയത്. സ്വന്തം കൂടപ്പുറപ്പിനോട് തന്നെ വേണോ നിനക്ക് പോരെടുക്കാൻ? അങ്ങനെ ആവുമ്പോഴാണല്ലോ വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും വളർത്തുദോഷത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത്. എടി മോളെ, നീ എന്തിനാ ഞങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നത്? അറിയാം, ഞാൻ തന്നെ എല്ലാവർക്കും സ്വസ്ഥതക്കേട് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ ഇവിടെ ബുദ്ധി സാമർഥ്യമുള്ളവര്. അവര് ജീവിക്കട്ടെ, സുഖമായിട്ട് അങ്ങ് ജീവിക്കട്ടെ.
ശ്യാമയ്ക്ക് ചിലപ്പോ അടുക്കള പണി എടുക്കാനായിരിക്കും യോഗം. ഫാനിന്റെ ചോട്ടിലെ കാറ്റും കൊണ്ട് ഫയല് നോക്കാനൊന്നും നമുക്ക് യോഗമില്ല. ശ്യാമേ, ഒരു തർക്കത്തിന് വേണ്ടി വന്നതല്ല ഞാൻ. മോളെ, നീ വീട്ടിലേക്ക് വരണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. ശ്യാമേ, നീ എന്റെ രണ്ടാമത്തെ മരുമകള് തന്നെയാ. നിന്നെ തടയാനോ മനഃപൂർവ്വം അവഹേളിക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിട്ടില്ലേ? ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നേ? ഈ പറയുന്ന സത്യാമ്മ തന്നെ എത്രയോ തവണ കുഞ്ഞേച്ചിക്ക് വേണ്ടി എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നറിയോ? എന്റെ മോളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളെ കണ്ടിരുന്നതും സത്യാമ്മ രണ്ടാം കണ്ണുകൊണ്ട് തന്നെയാ. ഒന്നാം സ്ഥാനം എന്നും എന്റെ കുഞ്ഞേച്ചിക്കും സത്യമോൾക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാ. എന്റെ പപ്പിമോൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് സത്യാമ്മയ്ക്ക് സത്യോടാ കൂടുതൽ ഇഷ്ടമെന്ന്. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ? ആ കുഞ്ഞിനും കൂടി അങ്ങനെ തോന്നണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കോ? ശ്യാമേ, നീ ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഒരിടത്തും എത്തില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ജീവിതമാ. പ്രശ്നങ്ങളൊക്കെ വന്നും പോയി എന്നൊക്കെ ഇരിക്കും. അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂ. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ. എല്ലാം നിന്റെ തോന്നലാണെന്ന് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് നീയും ശാലിനിയും ഒരുപോലെയാ. ഒരു വേർതിരിവും ഞാൻ മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതെല്ലാം മറന്ന് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ടില്ല. എന്നെ അവിടെ നിന്ന് രോഹിത് അടിച്ചിറക്കി വിട്ട്. രോഹിത് വന്ന് വിളിക്കട്ടെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അപ്പൊ പറഞ്ഞോളാം. വിടമ്മേ. സത്യമ്മ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക ശാരദാമ്മേ. സത്യമ്മ, അത് പിന്നെ ആ